ഇങ്ങോട്ടും ഉണ്ടോ വലിച്ചെടുത്തിട്ട്? അപ്പോൾ ഇൻട്രോ ഒന്നും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, ഡയറക്റ്റ് വർക്ക്ഷോപ്പിലോട്ട് പോകാം. നമുക്കിപ്പോൾ ആവശ്യത്തിനുള്ള പലകയെല്ലാം എടുത്ത് നമ്മൾ കറക്റ്റ് അളവിൽ മെഷർമെൻറ്റ് കാണിച്ചിട്ടുള്ളതുപോലെ കട്ട് ചെയ്തെടുക്കണതാണ്. ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ ഡയഗ്രാം നോക്കിയാൽ അറിയാം. ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് 28 സെൻറ്റിമീറ്റർ ആണ്. വിഡ്ത്ത്, ഹൈറ്റ് ഇതെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് 4 എണ്ണം വെച്ച് 12 പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ടോട്ടൽ മുകളിൽ ഒരു ഫ്രെയിം വരും, താഴെ ഒരു ഫ്രെയിം വരും. അപ്പോൾ അതനുസരിച്ച് അതിൻ്റെ ലെഗ് 4 എണ്ണം വരും. ഇത്രയുമാണ് നമുക്ക് വേണ്ട ആവശ്യമുള്ള പലക. അപ്പോൾ ഒരു 12 പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഒരുപാട് ടൈം എടുക്കും. അത് ക്ഷമയോടെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അപകടങ്ങളൊന്നും വരാതെ നോക്കുക. പരമാവധി നിങ്ങൾ ഈ വീഡിയോ കാണും തോറും സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുകൊണ്ട് പരമാവധി ലാഗ് അടിപ്പിക്കാതെ ഞാൻ ഈ വീഡിയോ ടൈം ലാപ്സ് ഇട്ട് സ്പീഡിൽ അടിച്ച് കളഞ്ഞേക്കണത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഫ്രെയിമാണ്. ഇപ്പോൾ ഏകദേശം ഈ 4 ഫ്രെയിംസ് 2 ഫ്രെയിം സെറ്റ് ചെയ്തെടുക്കണം. എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ 2 ഫ്രെയിം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. മുള്ളാണിയോ അല്ലെങ്കിൽ സ്ക്രൂ ഇട്ടിട്ട് നമുക്ക് ടൈറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ 2 ഫ്രെയിം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ലെഗ് പിടിപ്പിക്കണം. ഓക്കെ, ലെഗ് ഉള്ളിലോട്ടായിട്ട് പിടിപ്പിക്കാൻ വേണമെങ്കിൽ പുറത്തും പിടിപ്പിക്കും. അപ്പം നമ്മളിപ്പോൾ ഉള്ളിലാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ താഴെ ഒരു ഫ്രെയിം ഇത് കാണുന്നുണ്ട്. ഉള്ളിൽ നിന്ന് നമ്മൾ ആണി അടിച്ചേക്കണത്. ഇപ്പോൾ ഒരെണ്ണം ബോൾട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ചിലത് അലൈൻമെൻ്റ് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് വരുമെന്നില്ല, കാരണം അളവിൽ ചെറിയൊരു വേരിയേഷൻ വന്ന ഒരു അലൈൻമെൻറ്റ് വ്യത്യാസം വരാൻ സാധ്യത. പക്ഷേ കുഴപ്പമില്ല. ഇതിപ്പോൾ നമ്മളുടെ പഴയ ഒരു ടേബിൾ അത് വാങ്ങിച്ചിട്ട് നമുക്ക് ബെഡിലിരുന്ന് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ടേബിളായിരുന്നു. പക്ഷേ അത് നമുക്കത് അത്ര എഫക്റ്റീവായിട്ടുള്ള സാധനമായിരുന്നില്ല. പൈസ നമുക്ക് വളരെ നഷ്ടപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ആണ് ഞാനിപ്പോൾ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചത്. ഇനിയിപ്പോൾ 4 വീല് വാങ്ങിയിട്ടുണ്ട്. അതിന് ഏകദേശം 200 അടുത്തായിട്ടുണ്ട്. വീലിന് അത്ര വില വരുമെന്ന് വിചാരിച്ചില്ല. പക്ഷെ എന്നാലും ആ വീല് വാങ്ങിച്ചത് ഒരുപാട് ഉപകാരമായെന്ന് ഈ വീഡിയോ അവസാനം നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഇത് ഓൾറെഡി നമുക്ക് അതിനൊരു മുകളിൽ ടോപ്പ് കിട്ടിയേക്കണത് കാരണം എല്ലാം പെർഫെക്റ്റായിട്ട് കിട്ടിയത്. എനിക്ക് വേണമെങ്കിൽ പ്ലൈവുഡോ വേറെ എന്തെങ്കിലും മൾട്ടിവുഡ് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മളെ ഓൾറെഡി ഈ സാധനം ഉള്ളത് കാരണം നമ്മൾ ഈ സാധനം യൂസ് ചെയ്ത്. ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത വീല് പിടിപ്പിക്കുക. 4 സൈഡ് ഇതേപോലെ വീല് സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പരിപാടി ഏകദേശം ഫിനിഷായി. ഇതിന് പെയിൻറ്റ് അടിക്കണ പരിപാടി അല്ലെങ്കിൽ വേറൊരു പരിപാടിയും ചെയ്യുന്നില്ല, കാരണം സിമ്പിളായിട്ട് നമ്മൾ കാര്യം നടക്കണം, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. കളർഫുള്ളാക്കണമെന്നൊന്നുമില്ല, ചെറുതായിട്ട് പരിപാടി സംഭവം അടിപൊളിയായിട്ടില്ല. അപ്പോൾ ഇത് നമ്മളെ റൂമിൽ കൊണ്ട് വെച്ചിട്ട് ലാപ്ടോപ്പൊക്കെ വെച്ച് എങ്ങനെ ഉണ്ടാവുമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഓക്കെ, പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ഈ വീഡിയോ എടുക്കാനും പിന്നെ ഈ സംഭവങ്ങളെല്ലാം ചെയ്ത് അപ്ലോഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് യൂട്യൂബ് ചാനൽ ഇടാൻ വേണ്ടി ഒരുപാട് എഫേർട്ട് ഉണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇനിയും കൂടുതൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഒരു കമൻറ്റ് താഴെ അപ്ലോഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. ബൈ ബൈ, സീ യു.